ഇടവരമ്പ് ശ്രീ വിഷ്ണുമൂർത്തി ക്ഷേത്രത്തിൽ പുതിയതായി നിർമ്മിച്ച പാലാഴി ഓഡിറ്റോറിയത്തിന്റെ പാലുകാച്ചൽ ചടങ്ങ് നടന്നു. ദിസ് ന്യൂസ് ഈസ് ബ്രോട്ട് യു ബൈ സോനാങ്കോട്, ചെറുപുഴ, പാടിയൊട്ടിച്ചാൽ, ആലക്കോട് ആൻഡ് വെള്ളരിക്കുണ്ട്. ഇടവരമ്പ് ശ്രീ വിഷ്ണുമൂർത്തി ക്ഷേത്രത്തിൽ പുതിയതായി നിർമ്മിച്ച പാലാഴി ഓഡിറ്റോറിയത്തിന്റെ പാലുകാച്ചൽ ചടങ്ങ് നടന്നു. ടി.ഐ. മധുസൂദനൻ എം.എൽ.എ. ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. വളരെ ആഹ്ലാദകരമായിട്ടുള്ള ഒരു മുഹൂർത്തത്തിലാണ് വളരെ പ്രസിദ്ധമായ ഇടവരമ്പ് ശ്രീ വിഷ്ണുമൂർത്തി ക്ഷേത്രം അങ്കണത്തിൽ എത്തിച്ചേരാൻ ഞങ്ങൾക്ക് കഴിഞ്ഞത്. സന്തോഷം നൽകുന്നൊരു കാര്യം, നാളെ മുതൽ ജനുവരി 23 മുതൽ 4 ദിവസം നീണ്ടു നിൽക്കുന്ന കളിയാട്ട മഹോത്സവമാണ് വിഷ്ണുമൂർത്തി ക്ഷേത്രത്തിൽ നടക്കാൻ പോകുന്നത്. അതിൻ്റെ വിപുലമായിട്ടുള്ള ഒരുക്കങ്ങൾ ഇതിൻ്റെ ക്ഷേത്രത്തിൻ്റെ ഭരണസമിതിയും ആഘോഷ കമ്മിറ്റിയും എല്ലാം പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ എത്തിച്ചേർന്നപ്പോൾ മനസ്സിലാവുന്നത്. ഈ ഒരു കളിയാട്ട മഹോത്സവത്തോടൊപ്പം മലയോര മേഖലയിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും സഹായകരമാവുന്ന നിലയിൽ വിവാഹങ്ങൾ, അതുപോലുള്ള മറ്റ് ആഘോഷങ്ങൾ, ഇത്തരം കാര്യങ്ങൾക്കെല്ലാം പ്രയോജനപ്പെടുത്താൻ പറ്റുന്ന വളരെ സൗകര്യപ്രദമായിട്ടുള്ള ഒരു ഓഡിറ്റോറിയം പാലാഴി എന്ന പേരിൽ നാട്ടുകാരെല്ലാം ചേർന്ന് നിർമ്മിച്ചിട്ടുള്ള ഈ ഓഡിറ്റോറിയം നാടിന് സമർപ്പിക്കുന്ന പരിപാടി കൂടി നടക്കുകയാണ്. 23-ന് അത് തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിലെ ജനങ്ങളെല്ലാം അത് എല്ലാവരും അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അത് വിനിയോഗിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇവിടെ മറ്റു രീതിയിലുള്ള സൗകര്യങ്ങൾ വിപുലപ്പെടുത്തുന്നതിനുള്ള ആവശ്യങ്ങൾ ഉയർന്നു വന്നാൽ അതിന് ജനപ്രതിനിധി എന്ന നിലക്ക് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യണം എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഒരാവശ്യം വന്നിട്ടുള്ളത് ഒരു ഹൈമാസ്റ്റ് ലൈറ്റ് ഇവിടെ വേണമെന്നുള്ളതാണ്. അതിന് നടപടിക്രമങ്ങൾ ഞങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ആ ലൈറ്റ് ഇവിടെ കൊടുക്കണം എന്നുള്ള കാര്യം അംഗീകരിച്ച് കഴിഞ്ഞു. തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഘട്ടത്തിലായതുകൊണ്ട് സാങ്കേതികമായിട്ടുള്ള ചില പ്രയാസങ്ങൾ മാത്രമേ ഇപ്പോൾ ഉള്ളൂ. ആ ലൈറ്റ് ഇവിടെ കൊടുക്കണമെന്ന് നിശ്ചയിച്ചിട്ടുണ്ട്. മറ്റു രീതിയിൽ ആവശ്യങ്ങൾ വന്നാൽ ഒരു സർക്കാർ സംവിധാനത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യും എന്നുള്ളത് തന്നെയാണ് ഇവിടെ സൂചിപ്പിക്കാനുള്ളത്. വളരെ സന്തോഷമുള്ളൊരു കാര്യം, എല്ലാവരെയും കൂട്ടിപ്പിടിച്ച് മുന്നോട്ടേക്ക് പോകുന്ന ഒരു കമ്മിറ്റി ഇവിടെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ മറ്റു രീതിയിലുള്ള ഉയർച്ച താഴ്ചകൾ നോക്കാതെ എല്ലാവരെയും ഒരുപോലെ കണ്ട് കൂട്ടിയോജിപ്പിച്ച് പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും ആഹ്ലാദകരമായിട്ടുള്ള കാര്യം. അത്
ഓഡിറ്റോറിയത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം 23 വൈകുന്നേരം 5 മണിക്ക് നടക്കും. നല്ല നിലയിലുള്ള കൂട്ടായ്മയിലാണ് ക്ഷേത്രം കമ്മിറ്റി മുന്നോട്ടു പോകുന്നതെന്നും വളരെയേറെ സന്തോഷകരമായ ചടങ്ങിലാണ് എത്തിച്ചേർന്നതെന്നും ക്ഷേത്രത്തിന്റെ സമീപത്ത് ഹൈമാസ്റ്റ് ലൈറ്റ് അനുവദിച്ച് അതിന്റെ നടപടികൾ ഉടൻ ആരംഭിക്കുമെന്നും MLA പറഞ്ഞു. ക്ഷേത്രം പ്രസിഡന്റ് വേണുഗോപാലൻ പലേരി അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി KP അരുൺകുമാർ സ്വാഗതം പറഞ്ഞു. പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലീന വില്യംസ് മാങ്കോട്ടിൽ, ക്ഷേത്രം ഭാരവാഹികൾ, മാതൃസമിതി ഭാരവാഹികൾ, മറ്റ് പ്രമുഖ വ്യക്തികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ഓഡിറ്റോറിയ സമർപ്പണത്തിന്റെ മുന്നോടിയായി ക്ഷേത്രത്തിൽ രാവിലെ ആചാര്യന്മാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ഗണപതി ഹോമം നടന്നു. ഫെബ്രുവരി 26, 27, 28 വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിൽ ക്ഷേത്രത്തിൽ നടക്കുന്ന കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി തിങ്കളാഴ്ച വൈകിട്ട് 5 മണിക്ക് ക്ഷേത്രം തന്ത്രി ഇടവലത്ത് പുടിയോർമനിക്കൽ കുബേരൻ നമ്പൂതിരിപ്പാട് ഭദ്രദീപം തെളിയിക്കും. 6:30 നടക്കുന്ന ആധ്യാത്മിക പ്രഭാഷണത്തിന് മാങ്കുളം ഗോവിന്ദൻ നമ്പൂതിരി കാർമ്മികത്വം വഹിക്കും. വ്യാഴാഴ്ച വൈകിട്ട് 4:30 കലവറ നിറയ്ക്കൽ ഘോഷയാത്ര ഇടവരമ്പ് കലവറ സ്ഥാനത്ത് നിന്നും പുറപ്പെടും. 6 മണിക്ക് ഭഗവത്ഗീത പാരായണം. 7 മണി മുതൽ വിവിധ കലാപരിപാടികൾ. വെള്ളിയാഴ്ച രാവിലെ 8 മണിക്ക് ഗണപതി ഹോമം. 11 മണിക്ക് വയനാട്ടുകുലവൻ തെയ്യത്തിന്റെ തിടങ്ങൽ ചടങ്ങ്. 12 മണിക്ക് അന്നദാനം. ഉച്ചയ്ക്ക് 2 ശ്രീമുത്തപ്പൻ വെള്ളാട്ടം. വൈകിട്ട് 6 മണിക്ക് ദീപാരാധന. തുടർന്ന് തെയ്യക്കോലങ്ങളുടെ തോറ്റം പുറപ്പാട്. രാത്രി 9:30 കാഴ്ചവരവ്. 11 മണിക്ക് മാതൃസമിതി അംഗങ്ങൾ അവതരിപ്പിക്കുന്ന തിരുവാതിര. 12 മീൻതുള്ളി ഭഗവതിയുടെ തോറ്റവും കൊക്കോട്ടച്ചന്റെ പുറപ്പാട് നടക്കും. 28 പുലർച്ചെ 4 മണി മുതൽ പൊട്ടൻദൈവം, മീൻതുള്ളി ഭഗവതി, വയനാട്ടുകുലവൻ തെയ്യങ്ങളുടെ പുറപ്പാട്. രാവിലെ 10 മണിക്ക് വിഷ്ണുമൂർത്തി, തുടർന്ന് ഗുളികൻ തെയ്യത്തിന്റെയും പുറപ്പാട് നടക്കും. ഉച്ചയ്ക്ക് 12 മണി മുതൽ അന്നദാനം. വൈകുന്നേരം ആറാടിക്കൽ ചടങ്ങോടെ മഹോത്സവം സമാപിക്കും. ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ. മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണ്ണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി. സ്വർണ്ണ വ്യാപാര രംഗത്ത് 25 വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം. നവീന രീതിയിലുള്ള ഡിസൈനുകൾ, വിപുലമായ ശേഖരം, വിശ്വസ്തത. മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം. സോനാങ്കോട്, ചെറുപുഴ, പാടിയൊട്ടിച്ചാൽ, ആലക്കോട് ആൻഡ് വെള്ളരിക്കുണ്ട്.